നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ബിഗ്ഗസ്റ്റ് ഫോള് നമ്മൾ കാണേണ്ട അല്ലെങ്കിൽ നമ്മൾ കാണാറുള്ള ഒരു ഫോള് പോലെയല്ല ഇന്ന് ഉണ്ടായിട്ടുള്ള ഫോള്. HDFC ADR ഒരു 7% അടുത്ത് ഒരു ഫോൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇന്ന് HDFCയിൽ വലിയൊരു ഗ്യാപ്പ് ഡൗൺ അത് ഉണ്ടാക്കുന്ന ഒരു ഫോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് അതൊക്കെ മേലെയായിപ്പോയി. ഇത് നമ്മൾ ആരും കാണാത്ത അല്ലെങ്കിൽ വളരെ റയറായിട്ട് മാത്രം കണ്ടുവരുന്ന ഒരു ബിഗ്ഗസ്റ്റ് സിംഗിൾ ഡേ ഫോളിൽ ആണ് ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ജാനുവരി 17 എന്ന് പറയുന്നൊരു ഡേറ്റ് നമ്മളുടെ എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു കറുത്ത അധ്യായമായിട്ട് മാറിയേക്കാം. നിഫ്റ്റി ബിഗ്ഗസ്റ്റ് ഫോളാണ് ഈ ഒരു ഇയറിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഇയർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. പക്ഷേ HDFC ബാങ്ക് ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സെൻസെക്സ് എങ്കിൽ കൂടി ഫോൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. സെൻസെക്സ് 1000 പോയിന്റ് ഫോൾ രേഖപ്പെടുത്തി. ഈ ഒരു BSEയിലുള്ള ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1.91 ലാക്സിൽ നിന്ന് 374 ലാക്ക് ക്രോറിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും എല്ലാം തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവിലാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ മാന്ത്രികരല്ല. ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കി പോകുന്ന ഒരു പ്രോസസ്സും അല്ല. ട്രേഡേഴ്സാണ് ലോസും പ്രോഫിറ്റും ഉണ്ടാക്കും. പേഴ്സണലി ഞാൻ ഇന്ന് ലോസ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ലോസ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാഴ്ച കൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ലോസ് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്കൊരു 5 ദിവസം മതിയാവും ഈ ഒരു ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് 5 ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യുന്നു, ആ ഒരു പ്രോഫിറ്റ് സെറ്റിൽ ചെയ്യുന്നു. അത്രയ്ക്കും ലോസ് മാത്രം ആണ് നമ്മൾ സഹിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു ലോ എന്ന് പറയുന്നത്. അതായത് ഇതൊരു പ്യുവർലി ഒരു ബിസിനസ്സാണ്. എല്ലാ ദിവസവും ഇപ്പോൾ ഹർത്താൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബിസിനസ് അന്ന് നഷ്ടത്തിലാണ് ഉണ്ടാവുക അല്ലേ. അതുപോലെ തന്നെ ഇന്നൊരു ദിവസം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫോൾ അല്ലെങ്കിൽ പൊസിഷണൽ ഓപ്ഷൻ റൈറ്റേഴ്സിനൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫോൾ ഉണ്ടായി. അത് നമുക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ദിവസങ്ങൾ നമ്മളെ ട്രേഡിംഗ് ജേണിയിൽ ഒരു ഹോൾ ഇയർ എടുക്കുമ്പോൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഹോൾ ഇയർ എടുക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റിലായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു ദിവസത്തെ പെർഫോമൻസ് വെച്ചിട്ട് നമ്മളെ ബിസിനസ്സിനെ അളക്കരുത്. ഒരു ലോങ് സ്പാനിൽ നമ്മൾ പ്രോഫിറ്റിൽ ആയാൽ മതി എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കുക. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം സഹിക്കാൻ തയ്യാറായിട്ടുള്ള ലോസ് എത്രയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കുന്ന ലോസ് നമുക്കതൊരു മിനിമം ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ റിക്കവറി ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ ലോസ് ഉണ്ടാക്കാതെ ഒരു ട്രേഡേഴ്സും ഇവിടെ നിലനിന്ന് പോകുന്നില്ല. ലോസും പ്രോഫിറ്റും ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നിഫ്റ്റി 460 പോയിൻ്റ് ഫോള്, സെൻസെക്സ് 1628 പോയിൻ്റ്, നിഫ്റ്റി ബാങ്ക് 2000 പോയിൻ്റ് ഫോള്. NSEയിൽ 546 കമ്പനീസ് മാത്രമാണ് ഇന്ന് ഗെയിനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. 1610 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ ഇന്ന് IT കമ്പനീസ് എല്ലാം തന്നെ പിടിച്ചു നിന്നിട്ടുണ്ട്. HCL ടെക്, TCS, ഇൻഫോസിസ്, L&T മൈൻട്രി തുടങ്ങിയ കമ്പനീസിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. HDFC ബാങ്ക്, ടാറ്റ സ്റ്റീൽ, കൊട്ടാക് ബാങ്ക്, ഹിൻഡൽകോ, ആക്സിസ് ബാങ്ക് തുടങ്ങിയ കമ്പനീസ് 3.5 മുതൽ 8.5% വരെയുള്ള ഫോള് രേഖപ്പെടുത്തി. നമുക്ക് NSEയിലെ ടോപ്പ് മൂവേഴ്സ് നോക്കാം. ടോപ്പ് മൂവേഴ്സ് അല്ല, ടോപ്പ് ഡ്രാഗേഴ്സ് നോക്കാം. ഏറ്റവും താഴെ കാണാം HDFC ബാങ്ക്. ഏകദേശം നിഫ്റ്റി 400 പോയിന്റ് ഇടിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിഫ്റ്റി 2.5% ഇടിഞ്ഞപ്പോൾ അതിൻ്റെ ഏകദേശം 1% ഇടിവിന് കാരണമായിട്ടുള്ളത്, അതായത് ഏകദേശം 200 പോയിന്റ് ഇടിച്ചിട്ടുള്ളത് HDFC ബാങ്ക് കാരണമാണ്. നിഫ്റ്റി ബാങ്ക് ഏകദേശം 4.5% ഇടിഞ്ഞപ്പോൾ ഏറ്റവും ആ കോർണറിൽ കാണാം HDFC ബാങ്കാണ് അതിൻ്റെ ഏകദേശം 1000 പോയിന്റിന് ഇടിവിന് കാരണമായിട്ടുള്ളത്. 1000 പോയിന്റ് മുകളിൽ ഇടിവിന് കാരണമായിട്ടുള്ളത് HDFC ബാങ്ക് കാണാം. കാരണം HDFC ബാങ്ക് 1137 പോയിന്റ് ഇടിഞ്ഞപ്പോൾ അത് ബാങ്ക് നിഫ്റ്റിയിലെ 2.5% ഫോളിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സിൽ നിഫ്റ്റിയുടെ ടോപ്പ് മൂവേഴ്സ്, ട്രാഗേഴ്സ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുക. ഇത് NSEയിലെ വെബ്സൈറ്റിൽ നമുക്ക് ലഭ്യമാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാൻ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് 11% സ്പൈക്ക് ചെയ്ത് 15ലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ ഇന്നുണ്ടാക്കിയ ലോസിൻ്റെ ഏകദേശം 30% ഇന്ന് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്?
വിക്സ് 11% സ്പൈക്ക് ആയതുകൊണ്ട് തന്നെ കോൾ സൈഡിൽ ഷോർട്ട് ചെയ്തിട്ട് ആ ഒരു ലോസ് റിക്കവർ ചെയ്യാനായിട്ട് പറ്റി. ബിറ്റ്കോയിൻ 42,748. റഷ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ നെഗറ്റീവിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ കാണാം, $2,025 പെർ ഔൺസ്. US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ കൂടിയും അവിടെ എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ IT കമ്പനീസ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി ഫോളിലാണ് ഉള്ളത്. ടെസ്ലയുടെ AI വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വോട്ടിംഗ് വേണമെന്നുള്ള എലൻ മസ്കിൻ്റെ പ്രഖ്യാപനം ടെസ്ല ഏകദേശം ഒരു 1.5% ഓൾറെഡി തന്നെ ഇപ്പോൾ ഇടിവ് കാണുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. നിഫ്റ്റിയുടെ സ്പോട്ട് 21,550, ആ ഡോട്ടഡ് ലൈൻ കാണാം. 21,600, 700, 800, 22,000 എല്ലാം തന്നെ ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. കോള് റൈറ്റിംഗ് കാണാം 8.18 കോടി, പുട്ടോ 6.3 കോടി. PCR പുട്ട് കോൾ റേഷ്യോ 0.8 ആണ്, 0.7 ആൻഡ് ബിലോ ആണ് ബെയറിഷ്. അപ്പോൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റി 0.8 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇന്ന് അതിനും ഭേദമാണ്. നിഫ്റ്റി 0.8 ഉണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടു. ഇനി നമുക്ക് കുറച്ച് ചാർട്ടുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസ് 48,000, ഇന്ന് കാണാം 46,083 ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസ് ഉള്ളത്. ഏകദേശം ഒരു 2,000 പോയിന്റിൻ്റെ ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സൂക്ഷ്മമായിട്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ചാർട്ടിൽ കാണുന്നത് 2023 ജൂലൈ 2023 സെപ്റ്റംബറിൽ ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി എത്തി നിൽക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റി ഒരു ഇമ്പോർട്ടൻ്റ് സോണിൽ എത്തി നിൽക്കുന്നുണ്ട്. ഈ ഒരു റേഞ്ച് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ, അതല്ലെങ്കിൽ പിന്നെ കാണുന്നത് ഒരു ഗ്യാപ്പ് ഉണ്ട്, അതൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. അപ്പോൾ ഗ്യാപ്പ് ഫില്ല് നടത്തപ്പെടും, അതല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ ബാങ്ക് നിഫ്റ്റിക്ക് തിരിച്ച് കയറാനായിട്ട് പറ്റണം എന്നുള്ളതാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ കണ്ടു, 22,000 വലിയൊരു ഗ്യാപ് ഡൗൺ. അതിനുശേഷം നിഫ്റ്റി ഓരോ പോയിന്റിലും നിഫ്റ്റി ഉയരാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും നിഫ്റ്റീനെ ഷോർട്ട് ചെയ്ത് താഴേക്ക് തള്ളിയിടുന്നതാണ് കണ്ടത്. കാരണം ആദ്യത്തെ ക്യാൻഡിൽ തന്നെ ഒരു വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. നമ്മൾ വിചാരിച്ചു അവിടെ നിന്നൊരു റിക്കവറി ആണെന്ന്. പിന്നീട് ഓരോ സമയം റിക്കവറിക്ക് ശ്രമിക്കുമ്പോഴും നിഫ്റ്റീനെ അടിച്ചു വരുത്തി എന്ന് വേണം പറയാൻ. ഇനി നമുക്ക് സ്റ്റോക്ക് ന്യൂസിലേക്ക് പോകാം. HDFC ബാങ്ക് റിസൾട്ട് കണ്ടു. 1.1 lakh crore മാർക്കറ്റ് ക്യാപ്പാണ് ഒരു സിംഗിൾ ഡേ കൊണ്ട് ഇപ്പോൾ ഇന്ന് ഫോൾ ആയിട്ടുള്ളത് HDFC ബാങ്ക്. ഏഷ്യൻ പെയിൻറ്റ് റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 12%, റവന്യൂ 5% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. BEL കമ്പനി 1000 കോടി രൂപയുടെ ഓർഡർ കിട്ടി. PTC കമ്പനിക്ക് ഒരു പുതിയൊരു ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. L&Tക്ക് ഒമാനിൽ നിന്നൊരു ഓർഡർ കിട്ടി. PSPക്ക് 631 കോടി രൂപയുടെ ഓർഡർ കിട്ടി. DB റിയാലിറ്റി 2000 കോടി രൂപ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ഓറോബിന്ദോ ഫാർമോ ഇവിടെ ഒരു പുതിയ മെഡിസിൻ, ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു മെഡിസിന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. സൺ ഫാർമ സമാനമായ രീതിയിൽ കിഡ്നി ഡിസീസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു മെഡിസിന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ടാറ്റ മോട്ടോഴ്സ് അവരുടെ ആക്റ്റീവ് EV പുതിയ EV കാറാണ് അവരുടെ. പഞ്ചിലാണ് ഇവർ കാർ ഇറക്കുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 11 ലക്ഷം. GPT ഇൻഫ്ര പുതിയൊരു ഓർഡർ കിട്ടി, 267 കോടി രൂപ. L&T മൈൻട്രി റിസൾട്ട് വന്നു. 1162 കോടി രൂപയിൽ നിന്ന് 1169 കോടി രൂപ പ്രോഫിറ്റ് നിലനിർത്താൻ സാധിച്ചു. IIFL ഫിനാൻസ് റിസൾട്ട് വന്നു. 378 നിന്ന് 490 നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. 4 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സോം ഡിസ്റ്റിലറീസ് കമ്പനി 10 നിന്ന് 18 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസായിട്ട് നമുക്ക് എത്താം. ചെക്ക് ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നുണ്ടാക്കിയ ഒരു മുറിവ് മറന്നു കളയുക. നാളെ ഒരു പുതിയ ദിവസം നമുക്ക് തുടങ്ങാം. താങ്ക് യു. ബൈ ഓൾ.